അമിതമായി പൊറോട്ടയും ചക്കയും കഴിച്ച് കൊല്ലത്തെ സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ 5 പശുക്കൾ ചത്തു. വെളിനല്ലൂർ വട്ടപ്പാറ ഹസ്ബുള്ള എന്ന വ്യക്തിയുടെ ഫാമിലാണ് പശുക്കൾ കൂട്ടത്തോടെ ചത്തത്. പശുക്കൾക്ക് നൽകിയ ഭക്ഷണത്തിൽ അമിതമായ അളവിൽ പൊറോട്ടയും ചക്കയും ഉൾപ്പെട്ടിരുന്നു. പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും തുടർന്ന് അവശരായി കുഴഞ്ഞു വീഴുകയും ചെയ്തു. തുടർന്നാണ് വയർവീക്കം സംഭവിച്ച് പൈക്കൾ മരണപ്പെട്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിച്ചത്. ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നിന്നും ക്വിക്ക് റെസ്പോൺസ് ടീം എത്തി ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഭക്ഷ്യവിഷബാധയെ തുടർന്നുള്ള മരണമായതിനാൽ പശുക്കളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. പ്രവാസിയായിരുന്ന കർഷകൻ 5 വർഷമായി പശുഫാം നടത്തിവരികയായിരുന്നു. 35 പശുക്കളിലെ 5 പശുക്കളാണ് ചത്തത്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘവും എമർജൻസി റെസ്പോൺസ് ടീമുമാണ് പശുക്കളുടെ പോസ്റ്റ്മോർട്ടവും അവശനിലയിലായ പശുക്കളുടെ ചികിത്സയും നിർവഹിച്ചത്. ദുരന്ത വിവരമറിഞ്ഞ് മന്ത്രി ജെ ചിഞ്ചുറാണി ഫാം സന്ദർശിച്ചു. കർഷകന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പശുക്കളുടെ ഭക്ഷണത്തെക്കുറിച്ച് കർഷകർക്ക് അവബോധം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 5 പശുക്കൾക്ക് ജീവഹാനിയും 9 എണ്ണം അവശനിലയിലും കാണപ്പെട്ട സംഭവത്തിൽ കർഷകന് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചു. നഷ്ടപരിഹാരമായി 5 പശുക്കൾക്ക് 50,000 രൂപ നൽകാമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചെങ്കിലും കർഷകൻ അത് നിരസിച്ചു. സർക്കാരിന്റെ ഇത് 15,000 ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടൊരു കളിയിൽ ഓരോ ഒന്നും തരാത്തമാരൊക്കെ വെളുന്നൽ പഞ്ചായത്ത് ആര് വന്ന് ഒരു കളിയിലിനോണ്ട് കൊടുത്തിട്ട് അവിടെ ഇരിപ്പുണ്ട്. എന്റെ പേപ്പർ ഇന്നും അവിടെ ഇരിപ്പുണ്ട്. ഇത് സാധാരണയായി ക്ഷീരകർഷകർക്ക് ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തം തന്നെയാണ്. പലപ്പോഴും തീറ്റയിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്ത ആഹാര വസ്തുക്കൾ തീറ്റയിൽ ഉൾപ്പെടുത്തുന്നത് മൂലം ദഹന വ്യവസ്ഥയിൽ ദോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് പശു മരണപ്പെടുകയും ചെയ്യാറുണ്ട്. പൊറോട്ട, ചക്ക, കഞ്ഞി, പായസം തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ സാധാരണയായി കന്നുകാലികൾക്ക് ദഹിക്കാറില്ല. ഒരു പശുവിന്റെ ആമാശയം എന്ന് പറയുന്നത് 4 അറകൾ ചേർന്നതാണ്. ഈ 4 അറയിലെ ആദ്യത്തെ അറയായ റൂമൻ എന്ന അറയിലുള്ള സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം മൂലമാണ് ദഹനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവ തികട്ടിച്ചവയ്ക്കുക അല്ലെങ്കിൽ അയവിറക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ദഹനത്തിന് വിധേയമാകാത്ത ആഹാര പദാർത്ഥങ്ങളായ ചക്ക, പൊറോട്ട, പായസം, കഞ്ഞി തുടങ്ങിയവ വയറിനുള്ളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ പശു ആഹാരമായി കഴിക്കുമ്പോൾ ഇവ പുളിച്ച് അമ്ലമായി അല്ലെങ്കിൽ ആസിഡായി മാറുകയും തൽഫലമായി ഈ ആദ്യത്തെ അറയായ റൂമനിലെ സൂക്ഷ്മാണുക്കൾ നശിച്ചു പോവുകയും ദഹനം നടക്കാതെ വരികയും അസിഡോസിസ് അല്ലെങ്കിൽ അമ്ലത്വം എന്ന ഒരു രോഗാവസ്ഥയിലേക്ക് അത് നയിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള അസിഡോസിസ് ഉണ്ടാകുന്നത് മൂലം സൂക്ഷ്മാണുക്കൾ നശിക്കുന്നത് മൂലം ദഹനം നടക്കാതെ വരുന്നു. അതോടൊപ്പം തന്നെ ആമാശയത്തിനുള്ളിൽ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് നിറഞ്ഞ് വയറ് വീർപ്പ് ഉണ്ടാവുകയും വായു കമ്പനം മൂലം പശു ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. പലപ്പോഴും കർഷകർക്ക് ഇത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ തീറ്റയിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഒരുപക്ഷെ കാലിത്തീറ്റയുടെ അമിതമായ വില ആയിരിക്കാം കർഷകരെ ഇത്തരത്തിൽ ഉപയോഗയോഗ്യമല്ലാത്ത പല ഭക്ഷ്യ പദാർത്ഥങ്ങളും പശുക്കളുടെ തീറ്റയിൽ ഉൾപ്പെടുത്തുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ കൂടുതൽ ബോധവൽക്കരണം കർഷകർക്ക് നൽകേണ്ടതും ഇങ്ങനെയുണ്ടാവുന്ന അവിചാരിതമായ ദുരന്തങ്ങൾക്ക് കർഷകർക്ക് ഉണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം തടയുന്നതിനായി നല്ല രീതിയിലുള്ള ബോധവൽക്കരണവും ഒപ്പം കർഷകരുടെ ഉരുക്കളെ ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഏറെ നന്നായിരിക്കും.